ഓക്കെ അപ്പൊ നോക്ക് മതിയോ? HD Software Private Limited is engaged in the business of providing software services. The company appointed its statutory auditors. The engagement letter was signed with a clause that fee to be mutually decided. However, the remuneration was not finalized. Directors of the company seeks your advice for provisions related to remuneration of directors as per the provisions of the Companies Act 2013. Okay. Directors provisions related to remuneration of directors ആണ് ചോദിച്ചിട്ടുള്ളത്. Remuneration of directors അല്ല കേട്ടോ, ഓഡിറ്റേഴ്സ് ആണ്. ഓഡിറ്റേഴ്സ് അല്ലേ? ഓഡിറ്റേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഇവര് ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്നും പറയാം, അങ്ങനൊന്നും പറ്റില്ല. വാലിഡിറ്റി ചോദിച്ചിട്ടില്ലല്ലോ. അപ്പൊ പ്രൊവിഷൻ എഴുതിയാ മതി. അപ്പോ എന്താണ് ഓഡിറ്റേഴ്സിന്റെ റെമ്യൂണറേഷൻ സെക്ഷൻ 142 അല്ലേ? എന്താ ചെയ്യേണ്ടത്? ജനറൽ മീറ്റിംഗിലാണ് വേണ്ടത്. അതിൽ ഇങ്ങനൊക്കെ പറയില്ലേ, റെമ്യൂണറേഷൻ എക്സ്പെൻസസ് ഇൻക്ലൂഡ് ചെയ്യണം, ഫെസിലിറ്റീസ് എക്സ്റ്റൻഡ് ഇൻക്ലൂഡ് ചെയ്യണം, അതുപോലെ മറ്റ് സർവീസുകൾക്ക് ഉള്ള അതിനെ അത് ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല, എക്സ്ക്ലൂഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ 5 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. എൻഗേജ്മെന്റ് ലെറ്റർ വാസ് സൈൻഡ് വിത്ത് എ ക്ലോസ് ദാറ്റ് ഫീ ടു ബി മ്യൂച്വലി ഡിസൈഡഡ്. ഓക്കെ, അപ്പൊ ആ സെക്ഷൻ മൊത്തം എഴുതുക, അത്രേ ഉള്ളൂ. 142. However, okay, 142 remuneration of auditors of company shall be fixed by the company general meeting or in such manner as the company may determine. Remuneration shall, in addition to the fee payable to an auditor, include the expenses incurred by the auditor with the audit of the company and any facility extended, but shall not include any remuneration paid to him for any other service. Okay. As per the facts of the question and stated provision, remuneration of the appointed statutory auditors of a company shall be fixed by the HD Software Private Limited in general meeting or in such manner as the company in general meeting may determine. Okay. Same attempt at question. ABC and Company Chartered Accountants are statutory auditors of Moon Exports Limited. In an inquiry, it is proved that one of the partners of the firm, the audit firm, has acted in fraudulent manner and colluded in fraud to its partners. Explain the consequence of such act under the provisions of Companies Act 2013. Penalty provision 147. അല്ലേ? അപ്പൊ അതില് പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതായത് ഇൻഡിവിജ്വലി ഒരു പാർട്ട്ണർ എന്താ പറയാ, ഫ്രോഡിന്റെ ഭാഗമാകുന്ന എല്ലാ ആൾക്കാർക്കായിരിക്കും. അതിൽ ക്രിമിനൽ ആക്ടിവിറ്റി വന്നിട്ടുണ്ടെങ്കിൽ ആ ക്രിമിനൽ ആക്ടിവിറ്റിയിൽ ഭാഗമായിട്ടുള്ള പാർട്ട്ണർക്ക് അത് പ്രശ്നമാകും. സെക്ഷൻ 147 പ്രകാരം പെനാൽറ്റി കിട്ടും. അപ്പൊ എന്താണ് മൊത്തത്തിൽ ഓഡിറ്റർക്കുള്ള പെനാൽറ്റി ജസ്റ്റ് പറയാം, 25,000 മുതൽ 5 lakh വരെ, വിച്ച് മേ എക്സ്റ്റെൻഡ് ടു ഓർ 4 times ദി റെമ്യൂണറേഷൻ വിച്ച് എവർ ഈസ് ലെസ് അല്ലെ. പിന്നെ ഇംപ്രിസൺമെന്റ് അപ് ടു 1 year. അതിപ്പോ വിൽഫുൾ ആണ്, ഇത് ഫ്രോഡാണല്ലോ. വിൽഫുൾ ഓർ ഇന്റൻഷണൽ ആണെന്നുണ്ടെങ്കിൽ അപ് ടു 1 year ഇംപ്രിസൺമെന്റ്, 50,000 to 25 lakh or 8 times of remuneration whichever is less. അത്ര വരും. ക്രിമിനൽ പിന്നെ റീഫണ്ട് ഓഫ് റെമ്യൂണറേഷൻ, ഡാമേജസ് ഉണ്ടെങ്കിൽ അതിന്റെ കോമ്പൻസേഷൻ. പിന്നെ ക്രിമിനൽ ലയബിലിറ്റി വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ക്രിമിനൽ ലയബിലിറ്റി അതിൽ ഏത് പാർട്ട്ണറാണ് ഇൻവോൾവ് ആയിട്ടുള്ളത് ആ പാർട്ട്ണർക്ക് ക്രിമിനൽ ലയബിലിറ്റി വരും. ഓക്കെ, അപ്പൊ അതാണ് എഴുതേണ്ടത്. തിയറിയാണ്, ഫുൾ തിയറി. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ വന്നാൽ സെക്ഷൻ മൊത്തം എഴുതി വെക്കാൻ നമുക്ക് മാർഗമുള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനെ പറഞ്ഞു liability shall be partners or partners concerned of the provide that in case of criminal liability of an audit firm in respect of liability other than fine concerned partner or partners who acted in a fraudulent manner. Okay, here the partner of ABC on inquiry was found that he acted in a fraudulent manner. Accordingly, the partners concerned and the firm ABC jointly and severally liable for the fine. ഓക്കെ, ഇവിടെ ഇതിൽ പറയണ്ടല്ലോ എന്താണ്, ആൻഡ് കൊളൂഡഡ് ഇൻ ഫ്രോഡ് ടു ഇറ്റ്സ് പാർട്ട്നേഴ്സ് അല്ലേ.
കൊലൂഡ് എന്ന് പറഞ്ഞാൽ എന്താ? പരസ്പരം വഞ്ചിക്കുക. അപ്പൊ പാർട്ട്നേഴ്സിനെ വഞ്ചിച്ചു. അപ്പൊ മിസ്റ്റർ എ മാത്രമാണ് ഇവിടെ പ്രശ്നക്കാരൻ അല്ലേ? ശരിയല്ലേ? ഓക്കെ. അപ്പൊ ഫേമിനും എക്കും ABC കമ്പനിക്കും എന്താ ഫൈൻ ഉണ്ടാകും വിത്ത് റെസ്പെക്ട് ടു ക്രിമിനൽ ലയബിലിറ്റി. ABC company, the concerned partner or partners who acted in fraudulent manner shall only be liable. Okay. ഓഡിറ്റേഴ്സ് എന്നുള്ള നിലക്കോ ABC കമ്പനി ആണല്ലോ ഓഡിറ്റേഴ്സ്. ഓഡിറ്റേഴ്സ് അവരായതുകൊണ്ട് മൊത്തം ഫേമിന് ഫൈനും കാര്യങ്ങളും ഉണ്ടാവും. പക്ഷെ ക്രിമിനൽ ലയബിലിറ്റി ആർക്കേ വരുള്ളൂ? അതിൽ ഭാഗമായിട്ടുള്ള പാർട്ട്ണർക്കേ വരുള്ളൂ. ഓക്കെ. Abhiyogic Limited, having 1000 members with paid up share capital 1 crore, decided to hold its AGM on 21st August and it received a notice on 2nd July from its 60 members holding paid up capital of 7 lakh in aggregate for a resolution to be passed at the AGM for appointing Vedya and Company as its auditor. Instead of its, okay, അപ്പൊ സ്പെഷ്യൽ നോട്ടീസ് ആണ്. സ്പെഷ്യൽ നോട്ടീസ് ആണെങ്കിൽ എന്താണ് നമ്മൾ സാധനം പഠിച്ചിട്ടില്ലേ? 1% ഓഫ്, ഓർമ്മല്ലേ? സ്പെഷ്യൽ നോട്ടീസ് കമ്പനിക്ക് അയക്കണമെന്നുണ്ടെങ്കിൽ 1% ഓഫ് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഉണ്ടാവണം. പിന്നെന്താണ് 3 months മുന്നേ ഓർ 14 daysന്റെ ഉള്ളിലായിട്ടാണ് നോട്ടീസ് അയക്കേണ്ടത്. അങ്ങനത്തെ സാധനമൊക്കെ ഉണ്ടായിരുന്നു, ഓർമ്മല്ലേ? സ്പെഷ്യൽ നോട്ടീസിന്റെ കേസിൽ. അതായത് ഏതാ 1/10 സ്പെഷ്യൽ നോട്ടീസ്. സ്പെഷ്യൽ നോട്ടീസ് 1% ആണ്. ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനത്തെ വിഷയങ്ങൾക്ക് കുറച്ചുകൂടി ഈസിനെസ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് 1% ആക്കിയത്. അതായത് മറ്റേതെന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പോൾ റെസൊല്യൂഷൻ പാസ്സാക്കാൻ വേണ്ടിയിട്ട് നോട്ടീസ് അയക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ സംഭവം, അതാണ് 1/10 ഒക്കെ പറഞ്ഞിട്ടുള്ളത്. നോർമൽ റെസൊല്യൂഷൻ. സ്പെഷ്യൽ നോട്ടീസ് ആണെങ്കിൽ 1% ആണ്. ഓക്കെ. അപ്പോ പഴയ ഓഡിറ്ററിനെ മാറ്റിയിട്ട് പുതിയ ഓഡിറ്റർ ആക്കണം, അതാണ് കാര്യം. അപ്പൊ സ്പെഷ്യൽ നോട്ടീസ് വേണം. 7 ലക്ഷം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ആണ്. 1 കോടിയാണ് ടോട്ടൽ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എത്ര ശതമാനമായി? 1 കോടിയിൽ 7 ലക്ഷം എന്ന് പറയുമ്പോ 1% 1% പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ അല്ല, 1% ഓഫ് മെമ്പേഴ്സ് അല്ലേ? മെമ്പേഴ്സ് ആണ്. അപ്പോ 60 മെമ്പേഴ്സ് ഔട്ട് ഓഫ് 1000 എത്ര? അപ്പോഴും ശരിയാവില്ല. ഓക്കെ. പ്രൊവിഷൻ നോക്കാം, കൺഫ്യൂഷൻ വേണ്ട. അഡ്മിനിസ്ട്രേഷൻ. Holding not less than 1% of total voting power. Okay. Holding shares on which aggregate sum of not less than 5 lakh. Okay. Or ആണ്, or. അപ്പൊ അതാണ് അപ്പൊ അത് വെച്ചിട്ട് പറ്റേണ്ടതാണ് അല്ലേ? സ്പെഷ്യൽ നോട്ടീസ് ഷാൽ ബി സെൻഡ് ബൈ മെമ്പേഴ്സ് ടു ദി കമ്പനി നോട്ട് ഏർലിയർ ദാൻ 3 months ബട്ട് അറ്റ്ലീസ്റ്റ് 14 days ബിഫോർ. ഓക്കെ. ഓക്കെ. അപ്പോ നോക്കുമ്പോ 1000 മെമ്പേഴ്സ് എന്ന് പറയുമ്പോ 60 മെമ്പേഴ്സ് എന്ന് പറയുമ്പോ അത്ര ഇല്ല. പക്ഷെ 7 lakh ഉള്ളത് കൊണ്ട് 5 lakhന്റെ മുകളിൽ പോയി. സ്പെഷ്യൽ നോട്ടീസ് അവർക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ 25th ഓഗസ്റ്റിനാണ് മീറ്റിംഗ് നടക്കുന്നത്. ഇവര് നോട്ടീസ് കൊടുത്തത് 2nd ജൂലൈ ആണ് എന്ന് പറഞ്ഞാൽ 1 month 19 ദിവസം മുന്നെയാണ് അല്ലെ? അപ്പൊ 3 months ആണ് മാക്സിമം, 14 days മിനിമം അല്ലെ? അപ്പൊ അത് ഓക്കെയാണ്. യെസ്. ഇനി എന്താ? സച്ച് എ നോട്ടീസ് ഫോർ റെസൊല്യൂഷൻ വാസ് ഫോർത്ത് സെൻഡ് ബൈ ദി കമ്പനി ടു ചെപ്പാൽ ആൻഡ് കമ്പനി which gave its representation in writing to the company along with the request for its notification to the members of the company. അതായത് ഇയാളെ റെപ്രസെന്റേഷൻ മെമ്പേഴ്സിനെ അറിയിക്കണം. അപ്പൊ എന്താ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ,
നോട്ടീസ് അയക്കുമ്പോൾ അതിന് വേറെ നോട്ടീസ് അയക്കാന്നൊക്കെ പറഞ്ഞല്ലോ മെമ്പേഴ്സിന്. ബട്ട് ഇറ്റ് വാസ് റിസീവ്ഡ് ടു ലേറ്റ് 3 days ബിഫോർ ദി മീറ്റിംഗ്. അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കേണ്ടത്? ഇയാൾക്ക് പറയാം എന്ത്, AGM അത് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയാൻ പറ്റും. പക്ഷെ ഇയാൾക്ക് അബ്യൂസ് ഓഫ് റൈറ്റ് ഉദ്ദേശം ഉണ്ടെങ്കിൽ ട്രൈബ്യൂണലിലേക്ക് കമ്പനിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും മെമ്പർക്കോ അല്ല ഏതെങ്കിലും കൺസേൺഡ് പേഴ്സണോ അപ്ലിക്കേഷൻ കൊടുക്കുക, എന്നിട്ട് അത് തടയാൻ പറ്റും. ഓക്കെ. In the context of aforesaid facts, please answer to the following questions. Whether the said notice was given by adequate number of members within the prescribed time limit to Abhiyojik Limited. Whether the company was bound to send to its members such representation made by Chappal and company, and if it could not have been sent, then in such case what was the responsibilities of the company? Okay. അപ്പൊ ഈ ടു ലേറ്റ് എന്ന് പറയുന്ന കാര്യം ഉണ്ടല്ലോ, ഈ ടു ലേറ്റ് എന്നുള്ളത് എത്ര ദിവസമാണെന്നുള്ളതൊന്നും ആക്ടിൽ പറയണില്ലല്ലോ അല്ലെ. അപ്പൊ അതിന്റെ ഒരു റീസണബിൾ ആയിട്ടുള്ള സംഭവം എടുക്കാം. 3 ദിവസം എന്നൊക്കെ പറയുമ്പോൾ ടു ലേറ്റ് ആണ്. കാരണം ഇപ്പൊ നമ്മൾ പോസ്റ്റ് വഴിക്കാണ് അയക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോ 3 ദിവസം കൊണ്ടൊന്നും നോട്ടീസ് അവിടെ എത്തിക്കൊള്ളുന്നില്ല അല്ലെ. അതായത് നിയമപരമായിട്ട് പോസ്റ്റിൽ അയക്കാലോ, പക്ഷെ എല്ലാവരും ഇമെയിലൊക്കെ ചെയ്യണ്ടാവുള്ളൂ ഇപ്പൊ പ്രാക്ടിക്കലി. പക്ഷെ നിയമപരമായിട്ട് പോസ്റ്റിലും അയക്കാൻ പറ്റും അല്ലെ. അല്ല അവിടെ ഫിസിക്കലി കൊണ്ടുപോയി കൊടുക്കാനും പറ്റും. അപ്പൊ അതിനൊക്കെ 3 ദിവസം എന്ന് പറയുമ്പോൾ കുറവായിരിക്കും. അപ്പൊ ചോദിച്ചിട്ടുള്ളത് വെദർ ദ കമ്പനി വാസ് ബൗണ്ട് ടു സെൻഡ് ഇറ്റ് ടു ഇറ്റ്സ് മെമ്പേഴ്സ്. അങ്ങനെ ചോദിച്ചാൽ മെമ്പേഴ്സിനെ അയക്കേണ്ടതാണ്. പക്ഷെ എന്താണ്, ടു ലേറ്റ് ആണെന്നുണ്ടെങ്കിൽ അയക്കേണ്ട. പകരം ഇയാൾ ആവശ്യപ്പെടുകയാണെങ്കിൽ, ഫേം ആവശ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ, ഓഡിറ്റർ ആവശ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അത് ജനറൽ മീറ്റിംഗിൽ വായിക്കണം. ഓക്കെ. അപ്പൊ അത്രയുമാണ്. Special notice required for passing in resolution in the notice. Okay, not less than 1% of total voting power or holding shares exceeding 5 lakh rupees. Okay, shall be sent by members to the company not earlier than 3 months but at least 14 days before. But here Abhiyojik Limited is having 1000 members with the paid up share 1 crore and it received a notice from 60 members having more than 7 lakh. Apo 2nd July ആണ് അയച്ചത്. അപ്പോൾ ആസ് ദ മെമ്പേഴ്സ് ഹു ഗേവ് ദി നോട്ടീസ് ഹോൾഡ് മോർ ദാൻ 5 lakh in the paid up capital, they were eligible to give such notice. Further notice should have been given, അങ്ങനെ പറഞ്ഞു. And the notice was okay, and that is within the prescribed time limit. Thus it can be said that the said notice was made by adequate number of members within the prescribed limit. Okay, പോസ്റ്റതായി. ഇനി where notice is given of a resolution appointing an auditor, a person other than a retiring auditor, and the retiring auditor makes the respect to representation in writing to the company and requests its notification to members, the company shall, unless the representation is received by too late to do so, in any notice of the resolution given to members of the company, state the fact of the representation have been made. Okay, send a copy of resolution to every member. However, in the present case, Abhiyojik received the representation too late. Accordingly, it was not bound to send such representation to its members, even though it was requested by Chappal. Further, if a copy of the representation is not sent as aforesaid because it was received too late or because of the company's default, the auditor may require that the representation shall be read out in the meeting. Okay. Accordingly, Abhiyojik Limited, apart from giving to right to be heard orally to Chappal, okay, എന്താ പറയാ, ഓപ്പർച്യൂണിറ്റി ഓഫ് ബീങ് ഹേർഡ് അതും ഉണ്ടാവും. ഓക്കെ അല്ലേ? Examine the validity of the following statements. First AGM of a company shall be held in within a period of 6 months from the date of closing of the chapter അല്ലല്ലോ, ഫസ്റ്റ് ഫിനാൻഷ്യൽ ഇയർ. അത് തെറ്റാണ്. വിത്തിൻ 9 months ആണ്. രജിസ്ട്രാർ മേ ഫോർ എനി സ്പെഷ്യൽ റീസൺ എക്സ്റ്റെൻഡ് ദ ടൈം വിത്തിൻ വിച്ച് ഫസ്റ്റ് AGM. അത് പറ്റൂല. പറ്റുമോ? ഫസ്റ്റ് AGM എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. മറ്റ് AGMകളാണ് 3 മാസം വരെ. ഈ ചാപ്റ്ററിത്തെ ക്വസ്റ്റ്യൻ അല്ലത്. Board of Directors of Mines Limited, listed company, appointed Mr. Guru within 30 days of the date of registration of the company to hold office from the date of incorporation to the conclusion of first AGM. At first AGM, Mr. Guru was reappointed to hold office from the conclusion of its first AGM till the conclusion of 6th AGM. In the light of the provisions of the Companies Act, examine the validity of appointment or reappointment in the following cases. Appointment of Mr. Guru by the
ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ശരിയല്ലേ? വിത്തിൻ 30 days ചെയ്യുന്നുണ്ടല്ലോ. റീഅപ്പോയിന്റ്മെന്റ് ഓഫ് മിസ്റ്റർ ഗുരു അറ്റ് ദി ഫസ്റ്റ് സ്റ്റേജ് ഇൻ ദ അബവ് സിറ്റുവേഷൻ. അതോ 5 years കൂടിയോ? മിസ്റ്റർ ഗുരു എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വൽ ആണ്, സിംഗിൾ ടേമേ പറ്റുള്ളൂ ഓഫ് 5 years അല്ലേ? ഓക്കെ, അപ്പൊ അത് ഫസ്റ്റ് ഓഡിറ്ററിന്റെ ആ പീരീഡ് ഇതിലേക്ക് എടുക്കേണ്ട ആവശ്യമുണ്ടോ? എടുക്കണോ? വേണ്ടല്ലോ. Okay. Appointment of Mr. Guru at the first AGM is valid due to the fact that the appointment of the first auditor made by the board is a separate appointment and the period of such appointment is not to be considered. Okay. അപ്പൊ മറ്റേത് ആനുവൽ ജനറൽ മീറ്റിംഗിലാണല്ലോ ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്യാം. അപ്പൊ ബോർഡിന്റെ അപ്പോയിന്റ്മെന്റ് എടുക്കണ്ട. അത് നോട്ട് ചെയ്തോട്ടോ പോയിന്റ് അവിടെ. While Mr. Guru is appointed in the first AGM, which is for the period from the conclusion of the first annual general meeting to the conclusion of the sixth annual general meeting. അപ്പൊ 5 years എന്ന് പറയുമ്പോൾ എന്താണ്? ഫസ്റ്റ് ടേം ഓഫ് ഫസ്റ്റ് ഓഡിറ്റർ നോട്ട് ടു ബി ഇൻക്ലൂഡ് എന്നിരിക്കും. ടേം ഓഫ് ഫസ്റ്റ് ഓഡിറ്റർ നോട്ട് ടു ബി ഇൻക്ലൂഡഡ് വൈൽ കാൽക്കുലേറ്റിംഗ് 5 years. Okay. Gajendra Limited was incorporated in 1995 in the town of Alwar. Its main business is manufacturing tiles. It is in the process of appointing statutory auditors for the financial year. Advise whether the following persons are qualified. Maninder, a qualified chartered accountant, holds equity shares of nominal value 2 lakh, which is an associate company of Gajendra. പറ്റുമോ? പറ്റൂല. സെക്യൂരിറ്റി എന്താണ്? ഹോൾഡിംഗ് സെക്യൂരിറ്റി ഇൻ ദ കമ്പനി, ഹോൾഡിംഗ് കമ്പനി, സബ്സിഡിയറി കമ്പനി, അസോസിയേറ്റ് കമ്പനി, സബ്സിഡിയറി ഓഫ് ഹോൾഡിംഗ് കമ്പനി. പറ്റില്ലല്ലോ. ദിനേശ്, എ ക്വാളിഫൈഡ് ചാർട്ടർ അക്കൗണ്ടന്റ് ഹൂസ് സൺ ഓഫ് ഗജേന്ദ്ര ലിമിറ്റഡ് എ സം ഓഫ് 99,000. 5 lakh ആണ്. 5 lakh വരെ പറ്റൂലേ? ഇൻഡപ്റ്റഡ് അല്ലേ? 1 lakh ഗ്യാരണ്ടി അല്ലേ? ശരിയല്ലേ? Rajendra, a qualified CA who has been convicted in the year 2005 by a court for an offence involving fraud. Convicted by court ആണ്, കോർട്ട്. ഇപ്പൊ 10 years ആണ്. 10 years 2021-22 എന്ന് പറയുമ്പോ 10 years 11-12 2005 അത് കഴിഞ്ഞില്ലേ? അപ്പോ പറ്റും. ഓക്കെ, അപ്പോ ഗജേന്ദ്ര, ആദ്യത്തത് ഹെൻസ് മനീന്ദർ ഈസ് ഡിസ്ക്വാളിഫൈഡ്. പിന്നെ ദിനേശ് ഈസ് നോട്ട് ഡിസ്ക്വാളിഫൈഡ്, കാരണം 5 ലക്ഷമാണ് ലിമിറ്റ്. ഇവിടെ രാജേന്ദ്ര, ഹെൻസ് രാജേന്ദ്ര ഈസ് ക്വാളിഫൈഡ്. ഓക്കെ, എക്സാം ക്വസ്റ്റ്യൻ. മാനേജിംഗ് ഡയറക്ടർ ഓഫ് ABC Limited himself appointed Mr. Akash, practicing CA as the first auditor. മാനേജിംഗ് ഡയറക്ടർ ആണ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അല്ല. ഈസ് ഇറ്റ് എ വാലിഡ് അപ്പോയിന്റ്? പറ്റുമോ? പറ്റൂല. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് വിത്തിൻ 30 days ആണ് അപ്പോയിന്റ് ചെയ്യേണ്ടത്. മാനേജിംഗ് ഡയറക്ടർ അപ്പോയിന്റ് ചെയ്യാനുള്ള അധികാരമില്ല. Mr. Raman, a chartered accountant, was appointed as an auditor of Surya Distributors Limited in the AGM of the company held in 2020, in which he accepted the assignment later on November 20. He joins as a partner. Okay, later on. Later on in November 20, he joins as a partner in the consultancy firm where Mr. Som is also a partner.
Mr. Som is also working as finance executive of Surya Distributors. Okay, explain the provisions of the Companies Act. അതായത് മിസ്റ്റർ രാമനെ ഓഡിറ്റർ ആക്കി, അയാള് സോമിന്റെ കൂടെ പാർട്ട്ണർ ആയി. പിന്നെ സോമു പക്ഷെ ഇവിടുത്തെ എംപ്ലോയി ആണ്. അപ്പൊ എന്താണ്, എംപ്ലോയി ഓർ പാർട്ട്ണർ ഓഫ് എംപ്ലോയി ഓഫ് ഓർ ഓഫീസർ ഡിസ്ക്വാളിഫൈഡ് ആണ്. അപ്പൊ വെക്കേഷൻ ചെയ്യേണ്ടി വരും, കാഷ്വൽ വേക്കൻസി ആവും. 2 മാർക്കിന്റെ ക്വസ്റ്റ്യനാ. Okay, Mr. Also hence Mr. Raman has attracted clause 3C of section 141, therefore he shall be deemed to have vacated office. Referring to the provisions regarding, answer the following. XYZ Limited is a newly established company owned by the central government. State the provisions regarding appointment of its first auditor. 60-30-60. അല്ലേ, എന്താണ്, shall continue until the conclusion of first auditor. അല്ല, ഫസ്റ്റ് സ്റ്റേജ്. Mr. Kamal is the auditor of XYZ Limited, which is a government company. He has resigned on 31st December 20, which is government company ആണ്, resignation ആണ്. While the financial year of the company ends on 31st March. Explain the provisions regarding filling of such vacancy. Would your answer differ if it is other than a government company? ഗവൺമെന്റ് ആണെന്നുണ്ടെങ്കിൽ, ഗവൺമെന്റ് ആണോ നോൺ ഗവൺമെന്റ് ആണോ, ഗവൺമെന്റ് ആണെന്നുണ്ടെങ്കിൽ എന്താണ്, കാഷ്വൽ വാക്കൻസി എങ്ങനെയാണെങ്കിലും ബൈ റെസിഗ്നേഷൻ ആണെങ്കിലും അല്ലെങ്കിലൊക്കെ സെയിം റൂൾ ആണ്. വിത്തിൻ 30 days അപ്പോയിന്റ് ചെയ്യണം. ഫെയിൽ ആയാൽ അവിടുന്ന് വിത്തിൻ 30 days ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അപ്പോയിന്റ് ചെയ്യണം. നോൺ ഗവൺമെന്റ് കമ്പനി ആവുമ്പോ റെസിഗ്നേഷൻ ആയതുകൊണ്ട് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അപ്പോയിന്റ് ചെയ്യും, പക്ഷെ വിത്തിൻ 3 months അല്ലെ, വിത്തിൻ 3 months അപ്രൂവൽ കിട്ടണം. EGM വിളിച്ചിട്ട് അപ്രൂവൽ കിട്ടണം. ശരിയല്ലേ? ചെക്ക് ചെയ്ത് വേണമെങ്കിട്ടാ ഉള്ള കാര്യങ്ങളൊക്കെ നോക്കി പോവാം. റെസിഗ്നേഷൻ ഓക്കെ. അപ്പോ ഇതല്ലോ, എവിടെ okay. If the casual vacancy is caused by resignation, appointment by the board shall be approved by the company at the general meeting within 3 months of the recommendation of the board. Okay. അപ്പൊ അത് തന്നെ. ഇനി ഓക്കെ, ഓക്കെ ഇനിയില്ലേ, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് മൂൺ ലിമിറ്റഡ് നമ്മൾ വായിച്ചാണോ? ലിസ്റ്റഡ് കമ്പനി അപ്പോയിന്റഡ് ഫസ്റ്റ് ഓഡിറ്റർ വിത്തിൻ 30 days. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞത് സെയിം ക്വസ്റ്റ്യൻ. Mr. R, brother of CA and practicing CA, acquired securities of Hot Limited having market value 1,20,000, face value 95. നേരത്തെ നമ്മൾ നോക്കിയാണ്. Auditor of the company has resigned, other than government company ആണ്, has resigned on 31st December 20, while the financial year of the company ends on 31st March. Discuss. നമ്മൾ നോക്കിയ സാധനം തന്നെ ഇവിടെ ഡേറ്റ് വന്നിട്ടുണ്ട്. ഇപ്പൊ ഡേറ്റ് അനുസരിച്ചിട്ട് നോക്കുക. Discuss as per provisions how the auditor will be appointed in this case. Within 30 days board of directors appoint ചെയ്യുക. എന്നിട്ട് within 3 months general meeting appoint ചെയ്യുക, approve ചെയ്യുക. Mr. Yash is a partner and in charge of PQR firm. The firm is appointed as an auditor. The firm is appointed as an auditor. Firm of auditor of AK Company Limited, listed company. Mr. Yash retires from PQR Limited and after some time join Gupta and Gupta as a partner. Okay. On 20th May 21. In the general meeting of the company held on 15th/6/21, company appointed Gupta and Gupta firm as next auditor of the company. Do you think the company has adhered to the provisions of appointing? പറ്റോ? കോമൺ ഓഡിറ്റർ ആണ്. കോമൺ ഓഡിറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ ലിസ്റ്റഡ് കമ്പനി ആണ്, റൊട്ടേഷൻ അപ്ലിക്കബിൾ ആണ്.
ഓക്കെ, അപ്പൊ ഇവിടെ 5 വർഷം ഒന്നും പറയണില്ല. കോമൺ ഓഡിറ്റർ അല്ല, മറ്റേ സാധനം, അതായത് പാർട്ട്ണർ ഓഫ് ദി പ്രീവിയസ് ഓഡിറ്റർ. അപ്പോൾ 5 വർഷം കഴിഞ്ഞൊന്നും പറയണില്ല. അപ്പൊ എന്താ, ഡു യു തിങ്ക് ദ കമ്പനി ഹാസ് അഡിയർ ടു ദി പ്രൊവിഷൻസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ അസംഷൻ എടുക്കുക കേട്ടോ. ടേം കഴിഞ്ഞിട്ടാണ് റിട്ടയറിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? യാഷ് അങ്ങനല്ല, അതല്ല. പി ക്യു ആർ ഫേം റിട്ടയർ ആണെന്ന് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ലല്ലോ. നെക്സ്റ്റ് ഓഡിറ്റർ എന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മളിങ്ങനെ അസ്യൂം ചെയ്യും എന്താണ്, നെക്സ്റ്റ് ഓഡിറ്റർ എന്നൊക്കെ പറയുമ്പോൾ എന്താണ്, പഴയ ഓഡിറ്റർ റിമൂവ് ചെയ്തോന്നല്ല, ആ ഓഡിറ്ററിന്റെ ടേം കഴിഞ്ഞു, 5 വർഷം കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഇവിടെ ലിസ്റ്റഡ് കമ്പനിയാണ്, ഇത് ഫേം ആണ്. ഫേം ആകുമ്പോ 10 വർഷമൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ശരിയല്ലേ? ഓക്കെ, അപ്പൊ നമ്മള് അസംഷൻ കൊടുക്കുക. അസംഷൻ കൊടുത്തിട്ട് എന്താണ്, ഓഡിറ്റർ ഓഫ് ദി പ്രീവിയസ് ഫേം ആയതുകൊണ്ട് കൂളിംഗ് പീരീഡ് 5 ഇയേഴ്സ് ഉണ്ടാകും. അപ്പോൾ നെക്സ്റ്റ് 5 ഇയേഴ്സിലേക്ക് ഗുപ്ത ആൻഡ് ഗുപ്തനെ അപ്പോയിന്റ് ചെയ്യാൻ പറ്റില്ല എന്ന് എഴുതണം. ഓക്കെ, അപ്പൊ മിസ്റ്റർ യാഷ് ഹാസ് റിട്ടയർഡ് ഫ്രം PQR and joined Gupta. Mr. Yash was a partner of PQR firm where he certifies the financial statement of the company and retires from the said firm and joins Gupta and Gupta. Hence, Gupta and Gupta firm will also be ineligible to be appointed as auditor from the for a period of 5 years. Okay. Okay. Examine whether the following persons are eligible for being appointed. Mr. Ray practicing CA indebted to 4-6 lakh. പറ്റൂലല്ലോ. Mrs. Kavita, spouse of Mr. Kumar, is the storekeeper. നേരത്തെ നമ്മൾ കണ്ടാണ്. Okay, അടുത്ത question. State the provisions of the relating to appointment of first auditor of government company. Same question നമ്മൾ കണ്ടാണ്. Theory question ആണ്. AB and Associates, a firm of chartered accountants, were reappointed as auditors at the annual general meeting. However, Board of Directors recommended to remove them before expiry of their term by passing a resolution. Subsequently, having given consideration to the board recommendation, AB and Associates were removed at the general meeting held on 25/5/20 by passing a resolution subject to approval of central government. എന്ന് പറഞ്ഞാൽ അപ്രൂവൽ കിട്ടിയിട്ടില്ല, സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവൽ കിട്ടിയിട്ടില്ല. അപ്പൊ ശരിയാവില്ലല്ലോ. ബോർഡ് മീറ്റിംഗ് റെസൊല്യൂഷൻ പാസ്സാക്കി വിത്തിൻ 30 days സെൻട്രൽ ഗവൺമെന്റ് അയച്ച് അപ്രൂവൽ കിട്ടി, അവിടുന്ന് വിത്തിൻ 60 days അല്ലേ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കണ്ട്. ഓക്കെ, അപ്പൊ അത് ശരിയല്ല. എക്സ്പ്ലെയിൻ ദ പ്രൊവിഷൻ, എക്സ്പ്ലെയിനിങ് ദ പ്രൊവിഷൻസ്, എക്സാം ക്വസ്റ്റ്യൻ അല്ലത്. Explaining the provisions for removal of second and subsequent auditor, examine the validity of removal of AB and Co and associates under the provisions of the Companies Act. Okay, from the subsection it is clear that the approval of central government shall be taken first and thereafter the special resolution. അല്ലേ? Okay, അപ്പോൾ therefore ഒന്ന് പറഞ്ഞു ഇവിടെ മൊത്തം പ്രൊവിഷൻ പറയാൻ വേണ്ടിട്ടുണ്ട് കേട്ടോ ക്വസ്റ്റ്യനില്. അപ്പൊ മൊത്തം എഴുതണം, സെക്ഷൻ മൊത്തം എഴുതണം, എന്നിട്ട് അവസാനം കൺക്ലൂഷൻ കൊടുക്കുക. The decision of X Limited to remove AB and associates at AGM held on 25/5 subject to approval is not valid. Okay. Board of Directors of Amit Limited requested its statutory auditor to accept the assignment of നമ്മൾ നേരത്തെ ചെയ്തല്ലേ സ്റ്റഡി മെറ്റീരിയൽ 144. Shivam Limited is incorporated on 1/1/20. Company wants to appoint its first auditor. എന്താ 30/90 അല്ലേ, അത് പറയാ. Maya Limited is a public company. Maharashtra Bank and Nationalized Bank is നമ്മൾ നേരത്തെ ചെയ്ത സാധാ കമ്പനിയുടെ ഫസ്റ്റ് ഓഡിറ്റർ സബ്സിക്വന്റ് ഓഡിറ്റർ. 3CA Robert Ram Rohini formed a LLP in the name of R and Associates LLP, practicing chartered accountants. SR Limited intends to appoint R and Associates LLP as auditors of the company. Examine validity of the proposal of SR Limited to appoint R and Associates, a body corporate, as an auditor of the company. Body corporate disqualified അല്ലേ, പക്ഷെ LLP ക്ക് പറ്റൂലേ? അപ്പൊ ഡിസ്ക്വാളിഫൈഡ് അല്ല, എക്സാം ക്വസ്റ്റ്യൻ ആണ്, അപ്പോയിന്റ് ചെയ്യാൻ പറ്റും, ഒരു പ്രശ്നമില്ല. Shagar Limited appointed an individual firm, Suresh and Company,
Chartered accountants as auditors of the company at the AGM held on 30th September 19. Mrs. Kamala, wife of investor in the equity shares having face value of 1 lakh. Same question. സ്കോൾപ്പേടല്ലോ 1/4 അത് ചെയ്ത ഗവൺമെന്റ് ഓഫ് രാജസ്ഥാൻ. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് മൂൺ ലിമിറ്റഡ് ഇതും ചെയ്തല്ലേ. Mr. A, chartered accountant, has been appointed as an auditor of X Limited in the AGM, in which he accepted the assignment. Subsequently, he joined as a partner in the consultancy firm where Mr. B is also a partner. Mr. B is also working as a finance executive of X Limited. പറ്റില്ലല്ലോ. എന്താണ് പാർട്ട്ണർ ഓഫ് എംപ്ലോയി അല്ലേ? അല്ലേ? പാർട്ട്ണർ ഓഫ് എംപ്ലോയി. Mr. Vivek practices a holding securities of Data Limited having face value of 1000. പറ്റില്ല. എന്താ ആശിപ്പേ? എനിക്ക് എന്തോ പറ്റിയില്ലല്ലോ, ഒന്നും ഉഷാറില്ലല്ലോ, ഇത് സങ്കടത്തിലാണ്. എന്താ പറ്റിയ എനിക്ക്? Examine whether the following persons are eligible for being appointed as auditor. Mr. Prakash. നമ്മൾ ചെയ്താ auditor of the company has resigned on 31st December while the financial year of company. Okay. ഒക്കെ ചെയ്തല്ലേ. A company includes the following shareholders. Bank of Baroda, nationalized bank holding 12% of subscribed capital in the company. National Insurance Company Limited carrying on general insurance business holding 10% of the subscribed capital in the company. Maharashtra State Financial Corporation holding 8% of subscribed capital. Advise the company whether the provision related to appointment of 14 case of government company are applicable. ആവില്ലല്ലോ, എല്ലാം കൂടി കൂട്ടിയാലും 30 ആവുള്ളൂ. ഓക്കെ, 30% ഉള്ളൂ, അപ്പൊ ആവില്ല. Board of Directors of A Limited requested its statutory. നമ്മൾ ചെയ്ത ഇതൊക്കെ ചെയ്ത മിസ്റ്റർ അബി, ഇതൊക്കെ ചെയ്ത CAM is a partner in SM&T company and ML&T company കേട്ടോ. ഇപ്പൊ രണ്ട് ഫേമില് പാർട്ട്ണറാണ്, SM ഉം ML ഉം. SM&T company are statutory auditors of Messrs. Global Limited listed for past 7 years as on 1/4/2018. 1/4/2018 അന്ന് ബാക്കിലോട്ട് നോക്കുമ്പോ 1/4/2011 അല്ലേ കമ്പനീസ് ആക്ട് വരുന്നതിന് മുന്നേ അല്ലേ അപ്പൊ, അല്ലേ? ശരിയല്ലേ? 7 വർഷമായി എന്നർത്ഥം. Advise under relevant provisions of the Companies Act. For how many more years SM&T company can continue? 3 years more. Okay. Can ML&T company be appointed as statutory auditor of Messrs. Global Limited during cooling off period for SM&T company? പറ്റൂലല്ലോ, കോമൺ പാർട്ട്ണർ അല്ലേ? SM-ലും ML-ലും ഇയാള് പാർട്ട്ണറാണ്. അപ്പോ കൂളിംഗ് പീരീഡില് കോമൺ പാർട്ട്ണർ പറ്റില്ല. ഓക്കെ. മിസ്റ്റർ റാം, ബ്രദർ ഓഫ് CA ശ്യാം. Lemon and Company, Chartered Accountants, a limited liability partnership firm with CALMN as partners, is a statutory auditor of a listed company, Messrs. Big, for past 6 years as on 1/4/14. CAM is also a partner in other chartered account firm, View and Company. Okay. Advice under the provisions of the Companies Act. Up to how many years can Lemon and Company continue as statutory auditors of Messrs. Big Limited?
6 വർഷമല്ലേ അതിന്, അപ്പൊ ഇനി 4 വർഷം കൂടി പറ്റും. അതെന്തുകൊണ്ടാണ്? ഫേം ആയതുകൊണ്ട്. ഇനിയിപ്പോ അത് ഫേം അല്ലായിരുന്നെങ്കിലോ 3 ഇയേഴ്സും കൂടി പറ്റും. വാട്ട് ഷാൽ ബി ദ കൂളിംഗ് ഓഫ് പീരീഡ് ഫോർ ലെമൺ ആൻഡ് കമ്പനി വിത്ത് റെസ്പെക്ട് ടു മെസ്സേഴ്സ് ബിഗ് ലിമിറ്റഡ്? 5 വർഷം. ക്യാൻ ഡ്യൂ ആൻഡ് കമ്പനി, ഡ്യൂ ആൻഡ് കമ്പനിയുടെ പ്രത്യേകത എന്താണ്? അതില് ഒരു കോമൺ പാർട്ണർ ഉണ്ട്, CAM അല്ലെ. Be appointed as statutory auditors of Messrs Big Limited and its another listed subsidiary Messrs Dark Limited during such cooling off period. പറ്റില്ലല്ലോ, പറ്റില്ല. ഒരു കാര്യം നോക്കട്ടെ. അല്ലേ? ഇതിന്റെ ഞാൻ നോക്കണെന്ന് വെച്ചാലേ സബ്സിഡറി കമ്പനി ചോദിച്ചിട്ടില്ലല്ലോ, പറ്റൂല എന്തായാലും. പക്ഷെ നോട്ടിലില്ലേ അത്? അതായത് സബ്സിഡറി കമ്പനിയാണ് ഒന്ന് എന്താ ഡാർക്ക് ലിമിറ്റഡ് പറഞ്ഞില്ലേ. Can due and company be appointed as statutory auditors of Messrs Big Limited? അത് എന്തായാലും പറ്റില്ല. And its another listed subsidiary Messrs Dark Limited during such cooling off period. സബ്സിഡിയറി ആണല്ലോ, സബ്സിഡിയറിന് പറ്റുമോ? അതെവിടെ പറഞ്ഞേക്കണേ? അതാണ് ഞാൻ നോക്കണത്. ഇൻ ദ സെയിം കമ്പനി എന്നല്ലേ ഉള്ളൂ. ഓക്കെ, അതിന്റെ ആൻസർ നോക്കാം. However, due and company can be appointed കേട്ടോ as statutory auditor of Messrs Dark Limited. നോട്ട് ചെയ്തോ. ഒക്കെയാണ് നമ്മൾ തെറ്റിക്കുക. ഇവിടെ എഴുതിക്കോ, സെയിം കമ്പനി ഇവിടെ ഒന്ന് മാർക്ക് ചെയ്തിട്ടേ സബ്സിഡറി, ഹോൾഡിംഗ് കമ്പനി, അസോസിയേറ്റ് കമ്പനി ഒക്കെ ആണെങ്കിൽ പറ്റുന്ന എഴുതിക്കോ. ആ, സെയിം കമ്പനി മാത്രമേ പറ്റാത്തുള്ളൂ. പ്രോബ്ലം അങ്ങനെ ചോദിക്കാൻ നോക്കി, വൺ വേർഡ് അല്ലേ, ചിലപ്പോ അങ്ങനെ ഡീറ്റെയിൽ ചോദിക്കാൻ സാധ്യതയില്ല. ജസ്റ്റ് അതിന്റെ ഒരു കമ്പ്യൂട്ടേഷൻ രീതിയൊക്കെ നോക്കി ചോദിക്കാം. ഓക്കെ, അപ്പൊ അതിൽ 4ാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ ഇവിടെ. ക്യാൻ ലെമൺ ആൻഡ് കമ്പനി
be appointed as internal auditors of Messrs Big Limited. ലെമൺ കമ്പനിയാണ് ഇപ്പത്തെ എന്ത് ബിഗ് ലിമിറ്റഡിന്റെ ഓഡിറ്റർ അവരല്ലേ ലെമൺ കമ്പനി. Okay, can Lemon and Company be appointed as internal auditors of Messrs Big Limited and its another listed subsidiary Messrs Dark Limited during such cooling off period? Okay, അപ്പൊ അതില് ഈ സ്പെസിഫൈഡ് മറ്റേ പ്രൊഹിബിറ്റഡ് സംഭവങ്ങള് ആരിലൊക്കെ ചെയ്യാൻ പാടില്ല അത് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കമ്പനിയിലും കമ്പനിയുടെ സബ്സിഡിയറി ആൻഡ് ഹോൾഡിംഗ് കമ്പനിയിലും അസോസിയേറ്റ് അതുപോലെ ഫെലോ സബ്സിഡിയറി ഇല്ല അല്ലേ? ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഡിസ്ക്വാളിഫിക്കേഷനില് a person who directly or indirectly renders any service referred to in section 144 to the company or its holding or subsidiary. Okay, അപ്പൊ അത് പറ്റില്ലല്ലോ. ഓക്കെ, അപ്പൊ ബിഗിലും പറ്റില്ല, ഡാർക്കിലും പറ്റില്ല. ഡ്യൂറിങ് സച്ച് കൂളിംഗ് ഓഫ് പീരീഡ് എന്നാട്ടോ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ കുഴപ്പമില്ലല്ലോ, അറ്റ് എ ടൈമിൽ ചെയ്യാൻ പാടില്ല എന്നല്ലേ ഉള്ളൂ അല്ലേ? കൂളിംഗ് പീരീഡില് അതായത് ഇപ്പൊ 5 വർഷം ഓഡിറ്റർ ആയിരുന്നു, അടുത്ത 5 വർഷം ഓഡിറ്റർ അല്ല, അപ്പൊ ആ സമയത്ത് ഇന്ത്യൻ ഓഡിറ്റർ ആവാൻ പറ്റുമെന്ന് ചോദിച്ചു. അതിനൊരു പ്രശ്നമില്ല, അത് പറ്റും, അതിന് റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. അപ്പൊ ഫോർത്ത് every listed company and other class of company shall be required to appoint an internal auditor. Okay, പോട്ടെ. Accordingly, Messrs Lemon and Company can be appointed as an internal auditor of Messrs Big Limited and its subsidiary Messrs Dark Limited. Provision of cooling off period as given under section 139 shall not be applicable to the internal auditors. Okay. Mrs. Sita, wife of C.A. Arjun, statutory auditor of Stellar Builders Limited, acquires shares in the company for a face value of 75,000. Okay. Examine the validity of this transaction under the Companies Act. Would your answer be different? Face value of the shares have been 1,50,000. Market value 95,000. Oh, തെറ്റിക്കണുണ്ടല്ലോ നമ്മള്. ഫേസ് വാല്യൂ 1,50,000 ആണ്, മാർക്കറ്റ് വാല്യൂ 95 നോക്കേണ്ട ആവശ്യമില്ല. 1,50,000 ഉണ്ടെങ്കിൽ ആള് ഇനെലിജിബിൾ ആയിരിക്കും, പുറത്താവും. Exam question. Ruba Limited, a listed company, appointed Messrs VG and Associates, an audit firm, as company's auditor. Explain the provisions relating to the appointment or reappointment of reappointment ആണെങ്കിൽ എന്താ റൂള്? അൺബില്ലിംഗ് 3 കാര്യങ്ങളാണ് പറഞ്ഞു. ഒന്ന് എന്താണ്, അയാളുടെ റെസൊല്യൂഷൻ പാസ്സാക്കണം, പിന്നെ അയാളുടെ അൺബില്ലിങ്സ് അല്ല, അങ്ങനല്ലല്ലോ. ഫസ്റ്റ് പോയിന്റ് എന്താ? ഡിസ്ക്വാളിഫൈഡ് ആകരുത്, അൺബില്ലിങ്സ് അയാളെ അറിയിച്ചിട്ടുണ്ടാകരുത്, ഇയാളെ ആക്കണ്ട അല്ലെങ്കിൽ മറ്റൊരാളെ ആക്കണം എന്ന് പറഞ്ഞിട്ട് സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ടുണ്ടാകരുത്. ഓക്കെ. PKC Limited wants to appoint Mr. Praveen Kumar, a practicing CA, as the statutory auditor of the company and asked the proposed auditor to give a certificate in this regard. What are the contents of the certificate to be issued in accordance with the company's rules? PKC Limited wants to appoint Mr. Praveen Kumar, a practicing CA, as the statutory auditor of the company and ask the proposed auditor to give a certificate in this regard. Certificate. ഓക്കെ, ആ സാധനം അല്ലേ? യെസ് മനസ്സിലായി. വാട്ട് ആർ ദി കണ്ടന്റ്സ് ഓഫ് ദി സർട്ടിഫിക്കറ്റ് ടു ബി ഇഷ്യൂഡ്? അപ്പൊ അതിലെന്താ? റിട്ടേൺ കൺസെന്റ് വേണം, ഡിസ്ക്വാളിഫൈഡ് അല്ല എന്ന് പറയണം, ലിമിറ്റ് കടന്നിട്ടില്ല എന്ന് പറയണം, പിന്നെന്താ?
Okay, okay, yes. Certificate by auditor, individual firm as the case may be is eligible for appointment, not disqualified. Proposed appointment is as per the term provided under the Act. Appointment is within the limits. List of proceeding against the list of proceedings against the auditor or firm. Or any partner of the audit firm pending with respect to professional matters. Okay. Certificate shall also indicate whether the auditor satisfies the criteria provided in section 141. Mr. Praveen Kumar, the proposed auditor, has to give the above certificate to the company before accepting the appointment as the auditor of the BKS Limited. Okay, explain how the auditor will be appointed in the following cases. Government company within the meaning of section 394. Subsequent auditor of the company other than government company has resigned on 31st December. Casual vacancy due to resignation. Within 30 days, board of directors appoint within 3 months, AGM approval. Okay, exam questions. Okay, November 22. P Limited appointed XYZ and Co. an audit firm as auditor of the company at the AGM held on 30th September 2021. Mr. X, Y and Z are partners in XYZ and company. With reference to the reputation. Examine the validity of appointment. കാണില്ല സംഭവം അത്രേ ഉള്ളൂ. എന്താണ് പി എന്ത് ലിമിറ്റഡാ? പി ലിമിറ്റഡ് XYZ അപ്പോയിന്റ് ചെയ്തു. എക്സും വൈയും സെഡും ആണ് പാർട്ട്നേഴ്സ് കേട്ടോ. Mrs. Q, wife of Mr. X, has invested in the equity shares of P Limited having face value of 1 lakh. Mrs. Q, wife of Mr. X, has given guarantee in relation to a loan taken by G from P Limited of an amount worth 1,50,000. അത് ഡിസ്ക്വാളിഫൈഡ് അല്ലേ? അതായത് ഒരു തേർഡ് പാർട്ടി ഈ കമ്പനിയിൽ നിന്ന് ലോൺ എടുത്തതിന് ഇയാളോ ഇയാളുടെ പാർട്ട്ണറോ റിലേറ്റീവോ ഗ്യാരണ്ടി നിന്നാല്, ഗ്യാരണ്ടി മോർ ദാൻ 1 lakh ആണെങ്കിൽ ഡിസ്ക്വാളിഫൈഡ് ആണ് അല്ലേ? Mrs. Q, wife of Mr. X, is indebted to Z Limited for 10 lakh. P Limited holds 1/4 of the paid up equity share capital. എന്ന് പറഞ്ഞാൽ 25%. അതായത് അസോസിയേറ്റ് കമ്പനിയാണ് അല്ലേ? ഇവര് ഏത് എക്സ് ലിമിറ്റഡ് എന്താ പി ലിമിറ്റഡ് അല്ലേ? പി ലിമിറ്റഡിന്റെ ഓഡിറ്റേഴ്സ് ആണ് ഇവര്. പി ലിമിറ്റഡ് ഹോൾസ് 1/4 ഓഫ് ദി സെഡ് ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സെഡ് ലിമിറ്റഡ് പി ലിമിറ്റഡിന്റെ അസോസിയേറ്റ് ആണ്. അപ്പൊ ആ കമ്പനിയിലേക്ക് മിസ്റ്റർ ക്യൂവിന് 10 ലക്ഷം കടമുണ്ട്. ഡിസ്ക്വാളിഫൈഡ് അല്ലേ? യെസ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണല്ലോ. ഓക്കെ, അപ്പൊ ആദ്യത്തെ കേസ് 1 lakh ഉള്ളത് therefore XYZ can be appointed ആണ്. 1 lakh ഉള്ളൂ. രണ്ടാമത്തെ കേസില് മിസ്റ്റർ ഗ്യാരണ്ടി ഇൻ എക്സസ് ഓഫ് 1 lakh cannot be appointed as auditor. ഓക്കെ, മൂന്നാമത്തെ കേസില് 5 lakh എന്താ ഇതിലേക്കാണ് ഹൂ ഓർ ഇസ് റിലേറ്റീവ് ഓർ പാർട്ട്ണർ ഈസ് ഇൻഡെപ്റ്റഡ് ടു ദി കമ്പനി subsidiary holding associate company subsidiary of holding company in excess of 5 lakh. Mrs. Q, wife of Mr. X, is indebted to Z Limited for 10 lakh, whereas P Limited holds 1/4 of the paid up share capital, being an associate company to P Limited and indebted in excess of 5 lakh. അതുകൊണ്ട് cannot be appointed.
അടുത്ത റിപ്പീറ്റേഷൻ. The government of Rajasthan and Haryana are jointly holding 58% of paid up equity share capital of Moon Limited. പേര് പോലും മാറിയിട്ടില്ല. Audited financial statements of Moon Limited for financial 21-22 were placed in the AGM on 31st August. However, pending the comments of the CA and AG. അത് വേറെ വിഷയമാണല്ലോ. ഇത് മറ്റേ സാധനം, അത് കഴിഞ്ഞ ചാപ്റ്ററാ, എന്നാലും വായിച്ചു നോക്കാം. However, pending the comments of the CA and AG on the said accounts, the meeting was adjourned without adoption of the accounts. Therefore, company did not file its financial. ഇത് ഓർമ്മല്ലേ, നമ്മൾ നോക്കിയ ക്വസ്റ്റ്യനാ. അതായത് അക്കൗണ്ട്സ് അഡോപ്റ്റ് ചെയ്യാം, അക്കൗണ്ട്സ് അഡോപ്റ്റ് ചെയ്താലും ഇല്ലെങ്കിലും AOC4 ഫയൽ എന്ന് പറഞ്ഞിട്ടില്ലേ, വിത്തിൻ 30 days. ആ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കിയ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ആ അറ്റംപ്റ്റിൽ അത്രേ ഉള്ളൂ. അടുത്തത് ഇത് നമ്മൾ നോക്കിയതാണ്, മറ്റേ ചാപ്റ്റർ റീ ഓപ്പണിംഗ് ഓഫ് അക്കൗണ്ട്സ് ഇല്ലേ. SSR and company statutory auditors, while conducting audit for financial year 21-22, find out some manipulative entries in the books of accounts of ASR Limited. SSR and co-auditors. ASR Limited ആണ് ഓഡിറ്റ് ചെയ്യണത്. Auditors told the MD that internal control system of company is not reliable. Board of Directors of ASR Limited, the Board of Directors of the ASR Limited them to accept the assignment of designing and implementation. അത് മറ്റേ പരിപാടിയാണ്. The company offered them a fee of 10 lakh plus taxes for this assignment, but statutory auditor refused to take the assignment. What are the consequences if they accept this assignment? So 144 അല്ലേ, 144 ഡിസ്ക്വാളിഫൈ, 113 141 147 അപ്ലിക്കബിൾ ആവും അല്ലെ ഓഡിറ്റേഴ്സിന്. 25,000 അപ് ടു 5 lakh അല്ലേ ഫൈന് വരും. ഓക്കെ, എത്ര മാർക്ക് ക്വസ്റ്റ്യനാ? 3 marks ക്വസ്റ്റ്യൻ. നോക്കാം. ഓക്കെ, and what appointed under this section shall provide to the company only such other services as are provided by the board of directors or the audit committee as the case may be, but such services shall not include designing and implementation of any financial system, information system. In the said instance, board of directors of ASR Limited requested its statutory auditors, SSR and company to accept the assignment of designing and implementation of suitable. Okay, as per the provision, said service is strictly prohibited. In case the statutory auditor accepts the following penal provisions as ബാക്കി അവിടെ താഴെ പറഞ്ഞിട്ടില്ലേ. അപ്പൊ എന്താണ്, ഇറ്റ് ഈസ് പ്രൂവ്ഡ് ദാറ്റ് ദി പാർട്ട്ണർ ഹാസ് അവർ ആക്ടഡ് ഇൻ ഫ്രോഡുലന്റ് മാനർ. അത് നമ്മളോട് പറയേണ്ട ആവശ്യമില്ലല്ലോ, മൊത്തം എഴുതി വെച്ചിട്ടുണ്ട് അവര്. ഇതിന്റെ കോൺസിക്വൻസ് അല്ലേ ചോദിച്ചിട്ടുള്ളൂ, ഏത് ഒരു ഫ്രോഡൊക്കെ പറയണം. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഞങ്ങൾ അതിനനുസരിച്ച് എഴുതിയാൽ മതി കേട്ടോ, ഫുള്ള് എഴുതിച്ചിട്ടുണ്ട്, ഇന്ന് ആവശ്യമില്ല. കഴിഞ്ഞോ ഈ ക്വസ്റ്റ്യൻ ഉള്ളോ? അത്ര ഉള്ളോ? അല്ല അല്ല അല്ല, മുമ്പ് അത് മറ്റേ സ്പെഷ്യൽ നോട്ടീസിന്റെ ക്വസ്റ്റ്യൻ. L Limited having 2,000 members with the paid up capital of 1 crore decided to hold its AGM on 21st August. Same number, same date. 21 August, 2nd July. 50 members ആയി, മറ്റേ 60 members ആയിരുന്നു. 7 ലക്ഷം എന്നുള്ളത് 6 ലക്ഷമായി. ഓക്കെ, സംഭവം സെയിം തന്നെ. എത്ര ദിവസം മുന്നേ കൊടുത്തത് മച്ചാൻ? പറഞ്ഞിട്ടില്ല അല്ലേ? When such notice was received by executive, they sent a representation writing to the company along with the request for its notification to the members of the company. ഓക്കെ, ആ ഡേറ്റ് എത്ര ദിവസമാണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ എന്നാലും നമ്മൾ എഴുതുക കേട്ടോ. 2 late ആണെന്നുണ്ടെങ്കിൽ പിന്നെ വായിച്ചാൽ മതി എന്നുള്ള രീതിയിൽ.
എത്ര മാർക്ക് ക്വസ്റ്റ്യൻ? 4 മാർക്ക് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ഒരു കാര്യം മനസ്സിലായില്ലേ? ഒരു 4-5 ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്, നോക്കുക, പോയി എക്സാം എഴുതുക. നിങ്ങൾക്ക് കോൺഫിഡന്റ് ആയിട്ട് എഴുതാൻ പറ്റും. ഓക്കെ. വെറുതല്ല ചാർജർ ഓണാക്കി, പക്ഷെ ചാർജർ കുത്തിയിട്ടില്ല. ലാസ്റ്റ് അറ്റംപ്റ്റ് എല്ലാം ചോദിച്ചിട്ടുണ്ടോ നോക്കട്ടെ. ഇന്ത്യൻ ലോട്ടിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ട്. ഇത് കഴിഞ്ഞ ചാപ്റ്റർ കേട്ടോ. ഇന്ത്യൻ ലോട്ടിന്റെ ലിമിറ്റ് ഒക്കെ പറയും നമ്മള്. കമ്പനീസ് ആക്ടിൽ മാറ്റൊന്നുമില്ലല്ലോ. ന്യൂ സിലബസ് ആകുമ്പോ ഈ ഫോറിൻ കമ്പനിന്നൊക്കെ എങ്ങനെ ക്വസ്റ്റ്യൻ വരുന്നുള്ളതാണ് നമ്മൾ നോക്കണ്ടത്. MCQ എന്താ എങ്ങനെ മാറ്റം വന്നുള്ളത്? 30-17 അല്ലേ? 30-17 തന്നെയാണ് എല്ലാത്തിനും MCQ വന്നതേ ഉള്ളൂ. പ്രോബ്ലം പേപ്പറിനും കൂടി MCQ വന്നതേ ഉള്ളൂ. ഇതിന് ഓൾറെഡി ഉണ്ട്. തിയറി പേപ്പേഴ്സിന് ഓൾറെഡി ഉണ്ട്. ടാക്സ്, ലോ, ഓഡിറ്റിങ്, ഈ 3 നേരത്തെ ഉണ്ട്. തണുക്കുന്നുണ്ട്. Nice. Assess the eligibility of the following to be appointed as auditor. Miss Rega, practicing CA, and Mr. Alok, who happens to be a spouse of Miss Rega. Who happens to be a spouse of Rega? Spouse ആയിട്ടില്ലല്ലോ. Whole securities of Charcoal Limited were at a face value 85,000. Directors of Charcoal Limited. എത്ര വട്ടം ചോദിച്ചു? ഒന്നാമത് സ്പൗസ് അല്ല, ഹാപ്പൻസ് ടു ബി എ സ്പൗസ് എന്ന് പറഞ്ഞ സ്പൗസ് ആണെന്ന് വിചാരിച്ചു, എന്നാലും അല്ലല്ലോ. ഫേസ് വാല്യൂ 85,000 ഉള്ളൂ. has a debt of 7 lakh owed to Rai Limited. Directors of Rai Limited consider. Okay, പറ്റില്ലല്ലോ. മിസ് കോമാൽ, റിയൽ സിസ്റ്റർ ഓഫ് മിസ്റ്റർ ശാരദ്, അതായത് സ്റ്റെപ്പ് സിസ്റ്റർ അല്ലാന്ന്. സ്റ്റെപ്പ് സിസ്റ്റർ ആണെങ്കിലും റിലേറ്റീവ് അല്ലേ? A chartered accountants hold the position of CFO at Biotech Limited. Directors of Biotech Limited are considering the appointment of Mr. Sharad as an auditor of the company. പറ്റോ? ഡിസ്ക്വാളിഫിക്കേഷൻ ഉണ്ടോ? CFO ആണ്. CFO എന്ന് പറയുമ്പോ KMP ആണ്. അപ്പോ ഡയറക്ടർ ഓർ KMP ആണെന്നുണ്ടെങ്കിൽ ഡിസ്ക്വാളിഫൈഡ് ആണ് അല്ലേ? ഓഡിറ്ററിന്റെ റിലേറ്റീവ് ആയിട്ടുള്ള ഒരാള് ഡയറക്ടർ ഓർ KMP ആണെന്നുണ്ടെങ്കിൽ ഡിസ്ക്വാളിഫൈഡ് ആണ്. ഓക്കെ, അപ്പൊ അതാണ് ആ അറ്റംപ്റ്റുള്ള ക്വസ്റ്റ്യൻ.
നമുക്ക് ഏതെങ്കിലും രണ്ട് ക്വസ്റ്റ്യൻ നമുക്ക് എഴുതാം. നമുക്ക് പണിയാ ഇതിലത്തെ ക്വസ്റ്റ്യൻ എഴുതിയാലോ? വെറുതെ നിങ്ങൾ എഴുതി പഠിക്ക്, സമയമുണ്ടല്ലോ നമുക്ക്. ആ ഇത് എഴുതിക്കോ, ഇതിന്റെ ആൻസർ ചെയ്യും. എഴുതി നോക്ക്.